ഹായ്, ഇന്ന് ആപ്പിൾ വെച്ചിട്ട് ഒരു അടിപൊളി ടാർട്ടിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. 1.25 കപ്പ് അളവിൽ മൈദ എടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ഫുഡ് പ്രോസസ്സറിലാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ പൗഡേർഡ് ഷുഗറാണ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ സാൾട്ട് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ബട്ടറാണ് ചേർക്കുന്നത്. അൺസാൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നത്. നല്ല തണുപ്പുള്ള ബട്ടർ വേണം ചേർക്കാനായിട്ട്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്യുന്ന അത്രയും സമയം പുറത്ത് വെച്ച് അത് മെൽറ്റ് ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ സമയം കട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, പുറത്ത് വെക്കരുത്, അത് മെൽറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്കൊരു മുട്ടയുടെ മഞ്ഞ മാത്രം മതി. നമുക്ക് എഗ് വൈറ്റ് ഒഴിവാക്കിയിട്ട് ഇതുപോലെ എഗ് യോക്ക് മാത്രമായിട്ട് എടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വാട്ടറാണ് എടുക്കുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വാട്ടർ ഓവറായി പോകരുത്, കറക്റ്റ് അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബട്ടർ ഓവറായിട്ട് മെൽറ്റ് ആവാൻ പാടില്ല. മെൽറ്റായി കഴിഞ്ഞാൽ ഡോയുടെ കൺസിസ്റ്റൻസി ആകെ മാറിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മതി. ഇനി ഇതൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനൊരു ബോർഡിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഡോ പെട്ടെന്ന് മെൽറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ആ ഒരു കാര്യം ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി സെറ്റാക്കി എടുത്താൽ മതിയാകും. ഇനി ഇത് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് അമർത്തി പ്രസ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കൈകൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. കുറച്ച് നന്നായിട്ട് ഫ്ലോർ അടിയിൽ പിടിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈയുടെ അടിഭാഗം വെച്ചിട്ട് വേണം പ്രസ് ചെയ്ത് എടുക്കാനായിട്ട്. നമുക്കിതൊരു റോളർ ബിന്നർ വെച്ചിട്ട് ചെറുതായിട്ട് പരത്തിയെടുക്കാം. ഒരുപാട് നൈസ് ആവണ്ട, ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ, അതും ഒരുപാട് പ്രസ് ചെയ്യണ്ട. ജസ്റ്റ് ഇതിപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് കൊണ്ടാണ്, ഒരുപാട് സ്പീഡിലല്ലാണ്ട് പതിയെ ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇത് നമുക്ക് ഇതുപോലെ റോളർ ബിന്നിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. കാരണം നമ്മളിത് ഡയറക്റ്റ് എടുക്കുമ്പോൾ ക്രാക്ക് വീഴാനും പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് ടാർട്ടിൻ്റെ ട്രേയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ലെവൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ചെറുതായിട്ട് ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് കൈകൊണ്ടൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നല്ല മൂർച്ചയുള്ളൊരു നൈഫ് വെച്ചിട്ട് സൈഡെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബാക്കി വരുന്ന പോർഷൻ നമുക്കിതുപോലെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഒരേ സമയം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ ക്രാക്ക് വീണിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് കുറച്ചുകൂടെ മാവ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കണം. ഒരു 45 മിനിറ്റ്സ് ഫ്രീസറിൽ വെക്കുക. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 45 മിനിറ്റ് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ, 45 മിനിറ്റെങ്കിലും വേണം. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കുത്തി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഉൾവശം നന്നായിട്ട് പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ആപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ആപ്പിൾ എടുക്കുന്നുണ്ട്. 4 എണ്ണം ആവശ്യമായിട്ട് വരില്ല, നമുക്ക് എത്രയാണ് അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ആപ്പിളൊക്കെ അതേ സമയം കറക്റ്റ് ടൈമിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് ആപ്പിൾ അറേഞ്ച് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലെ തൊലി കളയാതെയാണ് ഞാൻ എടുക്കുന്നത്. ആപ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി റിമൂവ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം. ഇനി ഞാനിവിടെ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സിനമൺ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടാർട്ടിൻ്റെ ക്രസ്റ്റിലേക്ക് അടിയിൽ വിതറി കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ആപ്പിളിൻ്റെ സ്ലൈസസ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിൽ ഫ്ലവർ ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ ഇതുപോലെ വെച്ച് കൊടുത്താലും മതിയാവും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ആപ്പിളും ഒരെണ്ണത്തിൻ്റെ പകുതിയാണ് കേട്ടോ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അളവ് അതിനനുസരിച്ച് കട്ട് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഷുഗറും സിനമണും മിക്സ് ചെയ്തത് മേലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 45 മിനിറ്റ്സ് ആണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. 45 മിനിറ്റ് ആകും ആപ്പിളും എല്ലാം കൂടി സെറ്റായി കിട്ടാനായിട്ട്. ഇനി ഇതാ ഇപ്പോൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബെറീസിൻ്റെ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് മിക്സഡ് ഫ്രൂട്ട് ജാമോ ഏതാ ജാംസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ക്രഷ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. ടാർട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റിയാണ്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല
എന്താ പറയുക, കിടിലൻ ടാർട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, ചെയ്യില്ലേ? അപ്പോൾ ഇതുപോലുള്ള അടിപൊളി നല്ല ഒരു കിടിലനോ പോട്ടെ, ഒരുപാട് വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം. ബൈ.